Dear students, welcome back to our online class. Our online class today everyone ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. In today's class, we are going to analyze a new topic in the attic by Władysław Spilman. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഇൻ ദ ആറ്റിക് ബൈ വാഡിസ്ലാവ് സ്പിൽമാൻ. ഓക്കെ, എന്താണ് ആറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിൻപുറം. നമുക്ക് പഠിക്കാനുള്ളത് ഈ വാഡിസ്ലാവ് സ്പിൽമാൻ എഴുതിയിട്ടുള്ള ഒരു മെമ്മോയർ ഉണ്ട്. 1946 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ മെമ്മോയറിന്റെ പേര് ദ പിയാനിസ്റ്റ് എന്നാണ്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നമ്മളെ ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള കൂട്ടകൃതികൾ നമുക്കറിയാമല്ലോ അല്ലെ. ജൂയിഷിനെ, അതായത് ജൂതമതക്കാരെ പ്രത്യേകം കണ്ടുപിടിച്ച് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് കൊണ്ടുപോയി ഗ്യാസ് ചാമ്പറിലിട്ട് അല്ലെ അവരെ ഉപദ്രവിച്ച് അവരിൽ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി കുറെ പേരെ കൊന്ന് അല്ലെ, അങ്ങനത്തെ കൊലവിളി നടത്തിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഓദർ ഒളിച്ചു താമസിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ അദ്ദേഹം വളരെയധികം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സിനിമയുണ്ട്, ദ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. 2002 ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. കാണുന്നവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ നേരിട്ട് നമ്മുടെ പാഠഭാഗത്തോട്ട് നമ്മൾ കിടക്കുകയാണ്. എവരി ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. അതായത് നമ്മൾ എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്നത്, എല്ലാവരും അർഹിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ആയിരിക്കണം. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ അവർ ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആൻഡ് ലീവ് വിത്ത് ഡിഗ്നിറ്റി, അല്ലെ അന്തസ്സോട് പോയിട്ട് ജീവിക്കാം. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. ഇത് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, മനുഷ്യാവകാശമാണ്. ബട്ട് ഇൻ ദ വേൾഡ് വി ലിവ് ഇൻ, പക്ഷെ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിനേഡ് മീൻസ് റിജക്റ്റഡ് ദീസ് ബേസിക് റൈറ്റ്സ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് അല്ലെ ദശലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബേസിക് റൈറ്റ്സ് ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാഡിസ്ലാവ് സ്പിൽമാൻ എ പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ ആൻഡ് വാസ് എ പോളിഷ് Jew ആണ് അല്ലെ. അദ്ദേഹം ഒരു പിയാനിസ്റ്റ് ആണ്, കമ്പോസർ ആണ്, ഒരു പോളിഷ് Jew ആണ്. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ ദ ഗെറ്റോ അല്ലെ. എന്താണ് ഗെറ്റോ അല്ലെ? ഗെറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരി അല്ലെ. ഇൻ എ ഡിസ്മൽ പ്ലേസ്. ഡിസ്മൽ മീൻസ് എന്താണ്? വളരെ ഗ്ലൂമി ആയിട്ടുള്ള പ്ലേസ്. മീൻ ഫോർ Jew alone ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ അല്ലെ. അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അദ്ദേഹം വിളിച്ചുകൊണ്ട് ഒരു ചേരിയിലും മറ്റൊക്കെ ജൂതമായി താമസിക്കുന്ന അവിടെ ഇങ്ങനെ അദ്ദേഹം പേടിച്ച് താമസിക്കാൻ ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. Most of the Jews were then sent to concentration camps where they were tortured and then to gas chambers where they were killed in mass. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് കുറെ ആളുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് പറഞ്ഞേക്കുന്നു, അവിടെ അവരെ ടോർച്ചർ ചെയ്യുന്നു, പിന്നെ അവരെ ഗ്യാസ് ചാമ്പറിലോട്ട് പറഞ്ഞേക്കുന്നു അല്ലെ. അവിടെ വെച്ചിട്ട് കൊല്ലുന്നു. അതായത് കില്ലഡ് ഇൻ മാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലിംഗ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ സിംഗിൾ ഇൻസിഡന്റ് അല്ലെ. ഒന്ന് തീർക്കന്നെ, അത്രേ ഉള്ളൂ അല്ലെ. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻസ് ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിംഗ് ദ വാർ. നമുക്ക് സ്പിൽമാന്റെ കഥ നമുക്ക് നോക്കാം അല്ലെ. അദ്ദേഹം വളരെയധികം ഡെസ്പറേറ്റോട് കൂടിയിട്ട് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിംഗ് ദ വാർ, അതായത് ആ ഒരു രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജീവനോടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നമ്മുടെ സ്പിൽമാൻ കാണിച്ചിട്ടുള്ള ആ ഒരു സ്ട്രഗിൾ നമുക്കൊന്ന് നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ ദ ആറ്റിക്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ദ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മെമ്മോറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇൻ ദ ആറ്റിക്. അപ്പൊ ഇതിൽ അദ്ദേഹമാണ് കാര്യം നരേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഐ എന്ന് പറയുന്ന ആരായിരിക്കും? നമ്മുടെ വാഡിസ്ലാവ് സ്പിൽമാൻ തന്നെയായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇൻ ദ ആറ്റിക്, ഐ സ്ലംബർഡ് ഓൺ ദ ചെയർ ബൈ ദ ലാർഡർ ഡോർ. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽട്ടി ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. ഇവിടെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ അല്ലെ. ഐ സ്ലംബർഡ്, ഇവിടെ സ്ലംബർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ്, അല്ലെങ്കിൽ ഫാൾ ഡൗൺ ഹെവിലി ആൻഡ് സഡൻലി ഇൻ എ ചെയർ. ഫാൾ ഡൗൺ ഹെവിലി സഡൻലി ഇൻ എ ചെയർ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു ലാർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്മാൾ സ്റ്റോർ റൂമാണ്, ഒരു കലവറ പോലെയുള്ള ഒരു സ്ഥലമാണ്, ഒരു തട്ടുംപുറം പോലെയുള്ള ഒരു സ്ഥലമാണ് അല്ലെ. ഐ സ്ലംബർഡ് ഓൺ ദ ചെയർ ബൈ ദ ലാർഡർ ഡോർ. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ്. അതായത് ഞാൻ എവിടെ ഇരിക്കായിരുന്നു എന്നാണ് പറഞ്ഞത്? സ്ലംബർഡ് ഓൺ ദ ചെയർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇരിക്കുന്നിടത്ത് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി ഒരു മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കില്ല, അതാണ് പറയുന്നത് ലാഡർ ഡോർ. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമർ. കുറച്ച് സമയം മുമ്പാണ് ഞാൻ വിക്കിയിട്ടുണ്ടായിരുന്നത് വിത്ത് ഡിഫിക്കൽട്ടി, അതായത് പേടിച്ച് വിറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡു വാട്ട് യു ലൈക്ക് ടു മീ, നിങ്ങൾക്ക് എന്താ എന്നെ ചെയ്യേണ്ടത് ചെയ്തോളൂ. ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ, ഞാൻ ഇവിടുന്ന് നീങ്ങില്ല എന്നെ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് മാറില്ല എന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദ്യം ചെയ്യുന്ന വേറൊരാളുണ്ട്, ഒരു ഓഫീസർ ഉണ്ട് അല്ലെ. അദ്ദേഹം എന്താ പറയുന്നത്? ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. ഇന്റൻഷൻ, ലക്ഷ്യം അല്ലെ, ഉദ്ദേശ ലക്ഷ്യം. അതായത് എനിക്ക് താങ്കൾ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ലക്ഷ്യമൊന്നും ഇല്ല കേട്ടോ, ഓഫീസർ സർ. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ ഓഫീസർ പറഞ്ഞു. ദെൻ ഹി ആസ്ക്ഡ് മീ, പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്, അല്ല നിങ്ങൾ ജീവിക്കാൻ എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ നരേറ്റർ, അതായത് നമ്മുടെ സ്പിൽമാൻ ഉത്തരം പറഞ്ഞു, ഐ ആം എ പിയാനിസ്റ്റ്, ഞാനൊരു പിയാനിസ്റ്റ് ആണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി, അദ്ദേഹം എന്നെ വളരെ ക്ലോസ് ആയിട്ട് നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് അല്ലെ, അദ്ദേഹത്തിന്റെ നോട്ടം ഫെൽ ഓൺ ദ ഡോർ
ടു ദ അതർ റൂം, അല്ലെ, മറ്റൊരു മുറിയുടെ ഡോറിലോട്ടാണ് അദ്ദേഹത്തിന് നോട്ടം പോയത്. ആൻ ഐഡിയ സീമഡ് ടു ഹാവ് സ്ട്രക്ക് ഹിം, അദ്ദേഹത്തിന് എന്തോ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ട്. കം വിത്ത് മീ, വിൽ യു, എന്റെ കൂടെ വരൂ. വി വെന്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം വേർ എ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ, അല്ലെ, അവിടെ എന്തുണ്ടായിരുന്നു എന്നാ പണ്ടത് ഈ ചിത്രം നിങ്ങൾക്ക് കാണാനല്ലേ, അല്ലെ, ചുമരിനോട് ചാരിയിട്ട് ഒരു പിയാനോ ഉണ്ടായിരുന്നു. ദ ഓഫീസർ പോയിന്റഡ് ടു ദ ഇൻസ്ട്രുമെന്റ്, അല്ലെ, ഓഫീസർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഇൻസ്ട്രുമെന്റ് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ് പ്ലേ സംതിങ്, എന്തെങ്കിലും ഒക്കെ എന്ത് ചെയ്യോ പ്ലേ ചെയ്യുന്ന എന്ത് ചെയ്യാണ് പറയാണ്. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി, അല്ലെ, അതായത് ഡൗട്ട്ഫുള്ളി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. അതായത് ഞാനൊന്ന് ഞെട്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ നോക്കി, വേണോ വേണ്ടെന്ന രീതിയിൽ ഇങ്ങനെ അദ്ദേഹത്തെ നോക്കി. ഹി ഒബ്വിയസ്ലി, അദ്ദേഹം ക്ലിയർലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്, അദ്ദേഹത്തിന് എന്റെ പേടി മനസ്സിലായി. സിൻസ് ഹി ആഡഡ് റീഅഷ്യൂറിംഗ്ലി, അദ്ദേഹം എനിക്കൊരു ഉറപ്പ് തന്നു. എന്നിട്ട് ഉറപ്പിച്ച് അദ്ദേഹം പറയാണ് ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ, നീ പ്ലേ ചെയ്തോ. ഇഫ് എനിവൺ കംസ്, ആരെങ്കിലും വരികയാണെങ്കിൽ യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ, നീ ഇപ്പൊ നേരത്തെ നിന്നിട്ടുണ്ടായിരുന്ന ആ ചെറിയ മുറിയിൽ അങ്ങോട്ട് പോക്കോ. ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈയിങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്, ഞാൻ പറയും ഞാനാണ് ഈ പിയാനോ എന്ത് ചെയ്തിട്ടുള്ളത് വായിച്ചതെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം എന്ന് പറയുന്നു. നോക്കൂ, വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷുക്ക്. അതായത് നമ്മുടെ നരേറ്റർ, നമ്മുടെ സ്പിൽമാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫിംഗേഴ്സ് നമ്മുടെ കീബോർഡിൽ വെച്ചപ്പോൾ ആ ഫിംഗേഴ്സ് ഒക്കെ വിറക്കുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്റെ ഫിംഗേഴ്സ് വെച്ചപ്പോൾ ആകെ വിറച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ഫോർ 2.5 years, ഞാൻ 2.5 വർഷമായിട്ടുണ്ട് ഈ പിയാനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. മൈ ഫിംഗേഴ്സ് വർ സ്റ്റിഫ്, അല്ലെ, അതായത് എന്റെ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ ഉറച്ചിട്ടുണ്ട്, നോട്ട് ഈസി ടു ബെൻഡ്, വളയുന്നില്ല, അല്ലെ, ആൻഡ് കവേർഡ് വിത്ത് തിക് ലെയർ ഓഫ് ഡേർട്ട്, എന്റെ ഫിംഗേഴ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, ഒരു നല്ല ചളിയും പൊടിയൊക്കെ എന്തുണ്ട്, അല്ലെ, അയക്കുണ്ട്. ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ടുണ്ട് ഞാൻ എന്റെ നാക്കൊക്കെ വെട്ടിയിട്ട്, അല്ലെ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. ഐ പ്ലേഡ് ചോപ്പിൻസ് നൊക്ട്രെയിൻ ഇൻ സി ഷാർപ്പ് മൈനർ, അത് ഒരു തരത്തിലുള്ളൊരു മ്യൂസിക്കാണ്, ഒരു ടൈപ്പ് മ്യൂസിക്കാണ്. When I finished, the silence seemed gloomy and eerie. Eerie means വിചിത്രമായിട്ട്, സ്ട്രേഞ്ച് ആയിട്ട്. അങ്ങനെ ഞാനത് ഫിനിഷ് ചെയ്തപ്പോൾ ആ സൈലൻസ് എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, വളരെ ഡാർക്ക് ആയിട്ട്, സങ്കടമായിട്ട്, ഗ്ലൂമി ആയിട്ട്, അതുപോലെ തന്നെ എന്താ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിച്ചു എന്നാണ് പറഞ്ഞത്. ഇവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ല. ഐ ഹേർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് എ ഹാർഷ് ലൗഡ് ജർമ്മൻ നോയ്സ്, അല്ലെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഐ ഹാഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, അതായത് ആ ബിൽഡിങ്ങിന് പുറത്തുനിന്ന് ഓരോ വെടിയച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഹാർഷ് ആയിട്ടുള്ള, റഫ് ആയിട്ടുള്ള ജർമ്മൻകാരുടെ നോയ്സ്, ഒച്ചപ്പാടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്, അദ്ദേഹം വളരെ സൈലൻസോടെ എന്നെ നോക്കി. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ്, എന്നിട്ട് അദ്ദേഹം നെടുവേർപ്പെട്ടിട്ട് പറഞ്ഞു, ആൻഡ് മട്ടേഡ്, പിറുപിറുത്തു, ആൾ ദ സൈം യു ഷുഡിന്റ് സ്റ്റേ ഹിയർ, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി, ഞാൻ നിങ്ങൾ എന്ത് ചെയ്തോളാം, സിറ്റിന്റെ പുറത്തോട്ട് കൊണ്ടുപോയിക്കോളാം. ടു എ വില്ലേജ്, ഒരു ഗ്രാമത്തിലോട്ട്. യു വിൽ ബി സേഫ് അതെ, നിങ്ങൾ അവിടെ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്, സേഫ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഐ ഷുക്ക് മൈ ഹെഡ്, ഞാൻ എന്റെ തലയാട്ടി. എന്നിട്ട് എന്താ പറഞ്ഞത്, ഐ ക്യാൻറ്റ് ലീവ് ദിസ് പ്ലേസ്, ഞാൻ ഈ സ്ഥലം വിട്ട് പോരില്ല. ഐ സെഡ് ഫേമിലി, ഞാൻ വളരെ ഉറപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞില്ല, സ്ട്രോങ്ലി പറഞ്ഞു, ഞാൻ ഇവിടെ വിട്ടിട്ട് എന്ത് ചെയ്യില്ല, പോരില്ല. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് അമംഗ് ദ റൂയിൻസ്, അല്ലെ, അതായത് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്റെ ശരിക്കുള്ള റീസൺ. അതായത് റൂയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു നിൽക്കുന്നത്, ഈ തകർന്ന ബിൽഡിങ്ങുകൾക്കുള്ളിലും അവിടെയൊക്കെ ഞാൻ താമസിക്കുന്നതിന്റെ റീസൺ അദ്ദേഹത്തിനാണ് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഓഫീസർ ചോദിക്കുകയാണ് നമ്മുടെ സ്പിൽമാനോട്, യു ആർ എ ജൂയിഷ്, നിങ്ങളൊരു ജൂയിഷ് ആണോ? ഹി ആസ്ക്ഡ്. യെസ് യെസ് വെൽ ഹി മർമേഡ്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പിറുപിറുത്തു, അല്ലെ. ഇൻ ദാറ്റ് കേസ് ഐ സേ റിയലി ക്യാൻ ലീവ്, ഓക്കെ, നിങ്ങൾ ജൂയിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാനായിട്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല. വേർ ആർ യു ഹൈഡിങ്, നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുന്നത്? ഇൻ ദ അറ്റിക്, ഞാൻ ആ തട്ടുംപുറത്താണ് എന്ത് ചെയ്യുന്നത്, ഒളിച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നു പറയുന്നു. ഓക്കെ, അങ്ങനെ ഹി ഇൻസ്പെക്ടഡ് ദ അറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്, അല്ലെ, അദ്ദേഹം ആ തട്ടിൻപുറം എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു നോക്കുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ഡിസ്കവേർഡ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫൗണ്ട് ഔട്ട്, അല്ലെ, സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്, ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കാണിച്ചു തരികയാണ്, അല്ലെ. ഈ ലോഫ്റ്റ്, എന്താ ലോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടിൻപുറത്തിന്റെ അകത്ത് വേറെ തട്ടുണ്ട്, ഒരു റൂം അല്ലെങ്കിൽ സ്പേസ് ഡയറക്ട്ലി അണ്ടർ ദ റൂഫ് ഓഫ് എ ഹൗസ്, അതാണ് ഈ ലോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് വേറൊരു ഇതുണ്ട്, മെയ്ഡ് ഓഫ് ബോർഡ്സ്, ഒരു കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെയോ ഒരു തട്ടാണ്, എന്തൊക്കെ ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ്, ഡയറക്ട്ലി എബവ് ദ എൻട്രൻസ് ടു ദ അറ്റിക്, അതായത് തട്ടിൻപുറത്തോട്ട് കയറുന്ന ആ ഒരു എൻട്രൻസിന് മുകളിൽ തന്നെ ആയിട്ടാണ്. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്, അങ്ങനെ ഓഫീസർ പറഞ്ഞു, ഓ, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ മേൽത്തട്ടിലായിരിക്കും, ഈ ലോഫ്റ്റിലായിരിക്കും ഒളിച്ചിരുന്നിട്ടുണ്ടാവുക എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വിചാരിച്ചു എന്ന് പറയാണ്, അല്ലെ. അങ്ങനെ അത് കഴിഞ്ഞു. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്, എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെ, അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ അദ്ദേഹം എന്നോട് എന്തെങ്കിലും ചോദിച്ചു. നോ,
ഐ സെഡ്. അപ്പൊ നമ്മുടെ സ്പിൽമാന്റെ മറുപടി എന്തായിരുന്നു? നോ, ഇല്ല. വെൽ നെവർ മൈൻഡ്, ഹൈ അതൊന്നും വിഷയമല്ല. ഹി ആഡഡ് ഹാസ്റ്റിലി, അദ്ദേഹം വളരെ തിടുക്കത്തിൽ അത് ആഡ് ചെയ്തു. ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. അതിനിപ്പോൾ എന്താ വിഷയം? ഞാൻ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന് തരാമല്ലോ, അതൊന്നൊരു വിഷയമല്ല എന്ന് പറയാണ്. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. അല്ലെ, വെഞ്ചർ മീൻസ് എന്താണ്? നമ്മൾ ധൈര്യപ്പെടുക. അപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാൻ പിന്നെ ഒരു ധൈര്യം കിട്ടിയത്. ആർ യു ജർമ്മൻ? നിങ്ങളൊരു ജർമ്മൻ ആണോ? ഹി ആൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ. എന്താണ് ഈ അജിറ്റേഷൻ എന്ന് പറഞ്ഞാല്? ഒരു ആൻഷൈറ്റി ഓർ നെർവസ് അല്ലെ. അദ്ദേഹം എന്താ പറയുക, ഈ ആൻസർ, ഈ ഉത്തരം വളരെ ഒരു ഷൗട്ട് ചെയ്ത് കൊണ്ടാണ് പറയുന്നത്. ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്. ഞാൻ ചോദിച്ച ഈ ചോദ്യം ഒരു അദ്ദേഹത്തിനെ ബാധിക്കുന്ന ഒരു ഇൻസൾട്ട് ആണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. യെസ് ഐ ആം, അതെ ഞാനൊരു പിന്നെ ജർമ്മനാരനാണ് അല്ലെ. ആൻഡ് അഷെയിംഡ് ഓഫ് ഇറ്റ്, ഞാൻ അതിൽ എനിക്ക് നാണക്കേട് തോന്നുകയാണ്. ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് അല്ലെ, അബ്രപ്റ്റ്ലി അല്ലെ, ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. അതിന് നാണക്കേട് തോന്നാണ്. ഇതൊക്കെയാണ് ഓരോന്ന് സംഭവിക്കുന്നത്. കാരണം ഒരു ജർമ്മൻകാരനായിട്ടുള്ള ആളാണ് ഇപ്പൊ ഈ ജൂയിഷ് ആയിട്ടുള്ള ആളോട് ഇത്ര നല്ല രീതിയിൽ എന്തെങ്കിലും പെരുമാറുന്നത്. അപ്പൊ ഇയാൾ സംശയം കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ജർമ്മനാണോ എന്ന് ചോദിക്കുകയാണ്. കാരണം ജർമ്മൻകാർ ആരും ജൂയിഷിനോട് ഇങ്ങനെ എന്തെങ്കിലും പെരുമാറില്ല. പക്ഷെ ഇദ്ദേഹം ഇപ്പൊ നമ്മുടെ ഹിറ്റ്ലറിന്റെ ഈ ഒരു സിസ്റ്റത്തിനോട് ആരും എതിരാന്ന് പറഞ്ഞത്? നമ്മുടെ ഈ ഓഫീസർ എന്താണ്? എതിരാണ്. അബ്രപ്റ്റ്ലി ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ് അല്ലെ. അങ്ങനെ അബ്രപ്റ്റ്ലി, എന്താണ് അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അൺഎക്സ്പെക്ടഡ്ലി അദ്ദേഹം നമ്മുടെ സ്പിൽമാൻ എന്ത് ചെയ്യുന്നുണ്ട്? കൈ പിടിച്ച് കുലുക്കിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പോകുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, 3 days പാസ്ഡ് ബിഫോർ ഹി റീഅപ്പിയേർഡ് അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് 3 ദിവസം ആകുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യക്ഷപ്പെട്ടു അല്ലെ. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ് അല്ലെ. അതായത് ഇറ്റ് വാസ് ഈവനിങ്, അതായത് വൈകുന്നേര സമയമായിരുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത് അല്ലെ. ആൻഡ് പിച്ച് ഡാർക്ക്, അതേ കുഴപ്പമില്ല, അതായത് ഇരുട്ടിങ്ങനെ വീണിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? തുടങ്ങിയിട്ടുണ്ട്. വെൻ ഐ ഹേർഡ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? കേൾക്കുന്നു. എന്താണ് എന്താണ് കേട്ടിട്ടുണ്ടായിരുന്നത്? ഈ വിസ്പർ, ചെറിയൊരു മന്ദം, ചെറിയൊരു സൗണ്ട്. അണ്ടർ മൈ ലോഫ്റ്റ് അല്ലെ, എന്റെ ലോഫ്റ്റിൽ നിന്ന്. നമ്മൾ ലോഫ്റ്റ് എന്ന് പറഞ്ഞൊരു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ തട്ടിന്റെ ഉള്ളിൽ ചെറിയൊരു മേൽത്തട്ട് അല്ലെ, ഒരു സ്പേസ്, എ റൂം ഓർ എ സ്പേസ് ഡയറക്ട്ലി അണ്ടർ ദ റൂഫ്, അല്ലെങ്കിൽ ഹൗസ് അണ്ടർ ദ റൂഫ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടിന്റെ അടിയിലാകാം. അവിടെ തട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള വേറൊരു ഹിഡൻ ആയിട്ടുള്ള പ്ലേസ് അല്ലെ. നമുക്ക് ഇനി അത് ലോഫ്റ്റ് തന്നെ എന്ത് ചെയ്യാം? പറയാം. ഹലോ, ആർ യു ദർ? നിങ്ങൾ അവിടെ ഉണ്ടോ? യെസ് ഐ എം ഹിയർ, ഐ റിപ്ലൈഡ്. ഞാൻ മറുപടി പറഞ്ഞു. സൂൺ ആഫ്റ്റർ വേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. അതിനുശേഷം എന്തോന്ന് ഭാരമുള്ള എന്തോ ഒരു സംഭവം എൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ലാൻഡ് ചെയ്തു അല്ലേ. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ് അല്ലേ. അതായത് ആ പേപ്പറൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി അവർ കുറച്ച് ലോവ്സ് ആണ്, കുറച്ച് റൊട്ടി പോലെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. ആൻഡ് സംതിങ് സോഫ്റ്റ്, പിന്നെ എന്തൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. വിച്ച് ലേറ്റർ ടേൺ ഔട്ട് ടു ബി ജാം റാപ്പഡ് ഇൻ എ ഗ്രീസ് പ്രൂഫ് പേപ്പർ അല്ലേ. അതായത് നമ്മൾ ഫുഡൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ റാപ്പ് ചെയ്യുന്ന പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞത് ഈ റൊട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് ജാമും അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഐ ക്വിക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കാൾഡ് വെയിറ്റ് എ മൂമെന്റ്. ഞാൻ ആ പാക്കേജ് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്ന് നിൽക്കണേ. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻ. ആ ഇരുട്ടിലുള്ള എന്താ പറഞ്ഞത്, ആ ഒരു വോയിസ് ഇതുണ്ടല്ലോ അല്ലെ, അദ്ദേഹം വളരെ അക്ഷമയോട് കൂടിയിട്ട് പറയാൻ, വാട്ട് ഇസ് ഇറ്റ്? നീ എന്താ? ഹറിയപ്പ്, വേഗം ആവട്ടെ. ദ ഗാഡ് സോ മീ കം ഇൻ ഹിയർ അല്ലെ. ആ ഗാഡ്സ് കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ആൻഡ് ഐ മസ്റ്റ് ഇൻ സ്റ്റേ ലോങ്. എനിക്കൂടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. ജസ്റ്റ് ഹാങ് ഓൺ ഫ്യൂ മോർ വീക്സ്. കുറച്ച് ആഴ്ചകളും കൂടി നിങ്ങൾ പിടിച്ചു നിൽക്കൂ. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലേറ്റസ്റ്റ്. അതായത് സ്പ്രിങ് ആകുമ്പോൾ യുദ്ധമൊക്കെ എന്ത് ചെയ്യും? അവസാനിക്കും. നിങ്ങൾ അതുവരെ എന്ത് ചെയ്യുക? പിടിച്ചുകൂട്ടോ എന്ന രീതിയിൽ എന്ത് ചെയ്യാണ് നമ്മുടെ ഓഫീസർ എന്ത് ചെയ്യാണ്? സംസാരിക്കും. അത് പറഞ്ഞിട്ട് ദ വോയിസ് ഫെൽ സൈലന്റ് അല്ലെ. ആ ശബ്ദം എന്ത് ചെയ്തിട്ടുണ്ട്? സൈലന്റ് ആയി. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ. എനിക്കറിയില്ല അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടോന്ന്. ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ, അദ്ദേഹം പോയിട്ടുണ്ടാവുമോ. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. വീണ്ടും പറഞ്ഞു, യു മസ്റ്റ് ഹാങ് ഓൺ അല്ലെ. ഓക്കെ, പിടിച്ചിരിക്കണേ അല്ലെ, തളരത്തിട്ടോ. ഡു യു ഹിയർ അല്ലെ, നിനക്ക് കേൾക്കുന്നില്ല എന്ന് പറയാണ്. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാഷ് അല്ലെ. അദ്ദേഹത്തിന്റെ വോയിസ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ അവസാനം പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, നീ പിടിച്ചിരിക്കണേ, ഡു യു ഹിയർ എന്ന് പറഞ്ഞത്, അത് കുറച്ച് റഫായിരുന്നു. ആൾമോസ്റ്റ് ആസ് ഇഫ് ഹി വർ ഗിവിംഗ് ആൻ ഓർഡർ. അദ്ദേഹം ഒരു ഓർഡർ തരുന്ന പോലെയായിരുന്നു ആ പറഞ്ഞത്. കൺവിൻസിങ് മീ ഹിസ് അൺയീൽഡിങ് ബിലീഫ് അല്ലെ. അദ്ദേഹത്തിന്റെ അൺയീൽഡിങ്, കീഴടങ്ങാത്ത ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ us. അതായത് യുദ്ധം അവസാനിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും നന്മക്കായിരിക്കും എന്നൊരു ചിന്തയാണ് അദ്ദേഹത്തിനുള്ള ഓഫീസറിനുള്ളത് അല്ലെ. ആ രീതിയിൽ പറയണേ, അവിടെ പിടിച്ചിരിക്കണേ എന്ന് പറയാണ് അല്ലെ. ഒരു 2 ആഴ്ചക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പിടിച്ചിരുന്നാൽ മതി എന്ന രീതിയിൽ പറയാണ്. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വൈറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിംഗ്. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ആറ്റിക് ഡോർ, ഈ തട്ടുമ്പുറത്തിന്റെ ഡോർ എന്ത് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടുള്ളത്. മോണോട്ടോണസ്, ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. എന്താ മോണോട്ടോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിരസത എന്നൊക്കെ പറയില്ലേ. ഹോപ്പ്ലെസ്, പ്രതീക്ഷയില്ലായ്മ. അതായത് വിരസതയുടെയും പ്രതീക്ഷയില്ലായ്മയുടെയും ആഴ്ചകൾ എന്ത് ചെയ്ത് കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. എന്താണ് ആർട്ടിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതുപോലെ വലിയ തോക്ക് അല്ലെങ്കിൽ ഒരു വലിയ പീരങ്കി പോലെയുള്ള ഒരു സാധനം കേട്ടോ. അതിന്റെ ശബ്ദങ്ങൾ കുറച്ച് ഞാനിങ്ങനെ കേട്ടിങ്ങനെ എന്ത് ചെയ്യുന്നു വരുന്നു.
ദർ വർ ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രോക്ക് ദ സൈലൻസ്. അതായത് ഒരു വെടിയുണ്ട പോലും നിശബ്ദതയെ ഭേദിക്കാത്ത എന്തുണ്ടായിരുന്നില്ല, ദിനങ്ങളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പൊക്കെ എല്ലാ ദിവസങ്ങളും വെടിവെച്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. സോൾജിയേഴ്സ് വെന്റ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റേഴ്സ്. അല്ലെ, സോൾജിയേഴ്സ് എന്ത് ചെയ്യുന്നു നമ്മൾ സ്റ്റെപ്സിലൂടെ കയറി പോകുന്നു, ഇറങ്ങി വരുന്നു, അതിന്റെ സൗണ്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്ത് കേൾക്കുന്നു. അല്ലേ, എന്നിട്ടോ ഓഫൺ അല്ലേ എന്താ ഓഫൺ പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവരെന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത്, ബ്രിങ്ങിങ് ലാർജ് പാക്കേജസ് അപ് ടു ദ അറ്റിക് ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. അല്ലേ, എന്ത് ചെയ്യുന്നു, വലിയ പാക്കേജസ് ഒക്കെ എന്ത് ചെയ്യുന്നത് അറ്റിക്കിലോട്ട് കൊണ്ടുപോകുന്നു. അതേമാതിരി എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അടിയിലോട്ട് എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആ തട്ടമ്പുറത്തുനിന്ന് കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു, ഫെച്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നു. അല്ലെ, ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ശേഖരിച്ച് വരിക എന്നൊക്കെ ആണ് ഒരു അർത്ഥം എന്ത് ചെയ്യുന്നത് വരുന്നത്. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചൂസൺ. പക്ഷെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മൾ ഒളിച്ച് താമസിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഞാൻ വെൽ ചൂസൺ ആയിരുന്നു. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. അതായത് ആറ്റിക്കിലല്ല എല്ലാവരും സെർച്ച് ചെയ്യുക, ഈ ആറ്റിക്കിന്റെ ഉള്ളിലുള്ള ലോഫ്റ്റിൽ ആരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൺ 12 ഡിസംബർ ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. അങ്ങനെ 12-ാം തീയതി ഡിസംബറിൽ ഓഫീസർ അവസാനമായിട്ട് വന്നു. ഹി ബ്രോട്ട് മീ എ ലാർജ് സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ. മുമ്പ് കൊണ്ടുവന്നതിനേക്കാളേറെ കുറേ ബ്രെഡ് അദ്ദേഹം എനിക്ക് എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എ വാം എയ്ഡോ ഡൗൺ. ഇവിടെ എയ്ഡോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്ത, ഒരു ബെഡ്. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിങ് വാർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് മീൻസ് സോൾജർ, സൈന്യത്തെയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുക, വാർസോ വിടുകയാണ്. ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലോസ് ഹേർട്ട്. നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രതീക്ഷ കൈവിടരുത്, ഞാൻ ഇവിടുന്ന് പോവാണ്, എൻ്റെ സൈന്യമായിട്ട് എന്ത് ചെയ്യാണ്, പോവുകയാണ്. അല്ലെ, അപ്പൊ അദ്ദേഹം പറയാണ്, ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്. അല്ല, ഈ തെരുവിൽ ഈ ഓരോ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കില്ല, ഞാൻ എങ്ങനെ ഇതൊക്കെ അതിജീവിക്കുക. നമ്മുടെ സ്പിൽമനെ നമ്മുടെ ഓഫീസറിനോട് ചോദിക്കുന്നു. ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. ഞാൻ വളരെ ആൻഷ്യസ് ആയിട്ട് അദ്ദേഹത്തോട് എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി നോക്കൂ. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ഇൻ ദിസ് ഇൻഫേർണോ. ഇൻഫേർണോ മീൻസ് ഹെൽ, നരകം. ഫോർ ഓവർ 5 years. അതായത് നീയും ഞാനൊക്കെ ഈ നരകത്തിൽ ഇപ്പൊ 5 വർഷം നമ്മൾ അതിജീവിച്ചില്ലേ. ഹി റിപ്ലൈഡ്, ഇറ്റ്സ് ക്ലിയർലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്. അത് ദൈവനിശ്ചയാണ്, നമ്മൾ ജീവിക്കണം എന്ന് ദൈവനിശ്ചയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇല്ലേ, വി ഹാഡ് ആൾറെഡി സെഡ് ഗുഡ് ബൈ. അല്ലെ, ഞങ്ങൾ ഓൾറെഡി ഗുഡ് ബൈ പറഞ്ഞു. ആൻഡ് ഹി വാസ് എബൌട്ട് ടു ഗോ. അദ്ദേഹം പോകാനായിട്ട് നിൽക്കുകയാണ്. വെൻ ആൻ ഐഡിയ കെയിം ടു മീ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. ആ സമയത്ത് എൻ്റെ മനസ്സിലോട്ട് മറ്റൊരു ഐഡിയ എന്ത് ചെയ്തിട്ടുണ്ട് വന്നു. ഐ ഹാഡ് ലോങ് ബീൻ റാക്കിംഗ് മൈ ബ്രെയിൻസ്. അല്ലെ, ഞാൻ കഴിഞ്ഞ കുറേ സമയമായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ഞാൻ റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചിന്തിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെ, മൈ ബ്രെയിൻസ്, എൻ്റെ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് എൻ്റെ നന്ദി, ഞാൻ എങ്ങനെ ഇദ്ദേഹത്തോട്, ഈ ഓഫീസറിനോട് എന്ത് ചെയ്യുക, നന്ദി കാണിക്കുക എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാണ് പറയാണ്. അപ്പൊ നമ്മളെ സ്പിൽമൻ അദ്ദേഹത്തെ വിളിക്കണം. ലിസൺ, നോക്കി കേൾക്കൂ. ഐ ടുക്ക് ഹിസ് ഹാൻഡ്. അല്ല, ഞാൻ അദ്ദേഹത്തിന് കൈ പിടിച്ചു. ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജന്റലി. വളരെ തിടുക്കത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഐ നെവർ ടോൾഡ് യു മൈ നെയിം. ഞാൻ എൻ്റെ പേര് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. യു ഡിഡിന്റ് ആസ്ക് മീ. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. അല്ലെ, പക്ഷേ നിങ്ങൾ എൻ്റെ പേരെന്ത് ചെയ്യണം, ഓർക്കണം. നിങ്ങൾ എൻ്റെ പേരെന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഓർക്കണം. അല്ലെ, എന്നിട്ടോ ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ. ആർക്കറിയാം ഇനി എന്താ നമുക്ക് സംഭവിക്കുക എന്ന്. അല്ലെ, യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. അല്ലെ, അതായത് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ കുറെ ദൂരം ഉണ്ടായിരിക്കും, എനിക്കറിയാം. ഈ 5 സർവേ ഞാൻ അതിജീവിക്കുകയാണെങ്കിൽ ഐ വിൽ സെർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. ഞാൻ വീണ്ടും പോളിഷ് റേഡിയോക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഐ വാസ് ദെയർ ബിഫോർ ദ വാർ. ഞാൻ ഈ യുദ്ധത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, ഇഫ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എ വേ, അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. റിമെമ്പർ മൈ നെയിം. എൻ്റെ പേര് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത്, പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, സ്പിൽമാൻ പോളിഷ് റേഡിയോ. അല്ലെ, അതായത് ഇദ്ദേഹം ഒരു ജർമ്മനാരനാണ്. നമ്മുടെ ഓഫീസർ, നമ്മുടെ സ്പിൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ജൂ ആണല്ലോ. അല്ലെ, ഈ ജർമ്മൻകാരാണ് ഈ ജൂവിനെ കൊല്ലാനായിട്ട് നടക്കുന്നത്. ഈ ജർമ്മൻകാരനാണ് ഈ ജൂവിനെ എന്ത് ചെയ്തിട്ട് ഇവിടെ സഹായിച്ചിട്ടുള്ളത്. ഇനി നാളെ എന്തെങ്കിലും ഞങ്ങൾ ജ്യൂസ് ജയിച്ചിട്ട് നിങ്ങളെ ജർമ്മൻകാർ ഇവിടെ നിങ്ങളെ ജർമ്മൻകാരെ ഉപദ്രവിക്കുക, നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്പിൽമാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഓഫീസർ സ്മൈലഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ. അദ്ദേഹം പതിവ് പുഞ്ചിരിക്കുന്ന പോലെ ചിരിക്കുന്നു. ഹാഫ് ഷൈ, അല്ലെ, ചെറിയൊരു നാണത്തോട് കൂടിയിട്ട്. ആൻഡ് എംബ്രേസ്ഡ്. അദ്ദേഹം ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം പ്ലഷർ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ അദ്ദേഹത്തിന് ഒരു സന്തോഷം കൊടുത്തു. വിത്ത് മൈ നെയ്വ് വിഷ്. നെയ്വ് വിഷ് മീൻസ് ഇന്നസെന്റ് വിഷ് ടു ഹെൽപ്പ് ഹിം. അതായത് എന്റെ നിഷ്കളങ്കമായ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തി എന്നൊരു ചിന്ത നമ്മുടെ ആർക്ക് വരിക എന്നാ പറഞ്ഞ സ്പിൽമാനൊക്കെ വരികയാണ്. അങ്ങനെ ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റസ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. അങ്ങനെ ഡിസംബർ മാസം പകുതിയായിട്ടുണ്ട്. അല്ലെ, കടുത്ത മഞ്ഞ് വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ക്രിസ്മസ് കെയിം. അങ്ങനെ ക്രിസ്മസ് എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ന്യൂ ഇയർ 1945, 1945 ന്യൂ ഇയർ. ദ 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഓഫ് ദ വാർ. അതായത് യുദ്ധം തുടങ്ങിയിട്ടുള്ള 6ാമത്തെ ക്രിസ്മസ് ആണ്, അതുപോലെ തന്നെ 6ാമത്തെ ന്യൂ ഇയർ സെലിബ്രേഷനുമാണ്. ആൻഡ് ദ വേസ്റ്റ് ഐ ഹാഡ് നോൺ. ഞാൻ മനസ്സിലാക്കി വെച്ചൊരു ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്രിസ്മസും ഒരു സെലിബ്രേഷനുമാണ്. കാരണം കുറേ ആളുകൾ മറ്റാളുകൾ പോയി പിടിച്ചാണ്ട് കൊന്നുകൊണ്ടിരിക്കുന്നു, ഗ്യാസ് ചാമ്പറിലോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട്. അതുകൊണ്ട് പറയട്ടോ, ഐ ലേ ഇൻ ദ ഡാർക്ക്. ഞാൻ ആ ഇരുട്ടിൽ തന്നെ കിടന്നു. ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്. അല്ല, ഞാൻ എന്ത് കേട്ടിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ നല്ല കാറ്റടിക്കുന്നുണ്ടാവും, കൊടുങ്കാറ്റ് പോലെയുള്ള കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. ആ കാറ്റും കേട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അല്ലെ, ഐ ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ്
ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ അറ്റിക് അല്ലേ, ഞാൻ കേട്ടു. ഈ സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള ഒരു സൗണ്ട്, ഹൈ പിച്ചഡ് സൗണ്ടാണ്. റസ്ലിംഗ് മീൻസ് എന്താണ്, മേക്ക് ലോ സൗണ്ടാണ്, മർമ്മര ശബ്ദം അല്ലേ. ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ്. എന്താ റാറ്റ്സ് മൈസ് തമ്മിലുള്ള വ്യത്യാസം? റാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എലികൾ, ബിഗ് ആയിട്ടുള്ളത്. മൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് ഇതല്ലേ, എലികളിൽ നിന്നുള്ള വിഭാഗമാണ് അല്ലേ. അത് ഈ തട്ടുമ്പുറത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എലികൾ, വലിയ എലികളും ചെറിയ എലികളും ഇങ്ങനെ പോകുന്ന സൗണ്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻ മൈ മൈൻഡ് ഐ വെന്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ അല്ലേ. അതായത് ഞാൻ എൻ്റെ മനസ്സിൽ ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ക്രിസ്മസിന്റെ ചിന്തകൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ വരികയാണ്. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം. ആദ്യം എനിക്കൊരു വീടുണ്ടായിരുന്നു, പാരന്റ്സ് ഉണ്ടായിരുന്നു, 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, എൻ്റെ ബ്രദർ അല്ലെ. ദെൻ വി ഹാഡ് നോ ഹോം. പിന്നെ ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല. ഓഫ് അവർ ഓൺ എനിമോർ. ഞങ്ങളുടേതായിട്ട് വീടുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് വി വർ ടുഗദർ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് അലോൺ. ഞാൻ ഒറ്റക്കായി പോയി. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ അല്ലെ. പക്ഷെ എൻ്റെ ചുറ്റും മറ്റു ആളുകളായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഇപ്പോൾ ഞാൻ അലോണാണ്, ഞാൻ ഒറ്റക്കാണ്. ഐ സപ്പോസ് ഇപ്പോൾ ലോൺലിയർ ആണ്. അതുപോലെ തന്നെ ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്. അതായത് ലോകത്തുള്ള വേറെ ആളുകളെക്കാളേറെയൊക്കെ ഞാനിപ്പോൾ ഒറ്റക്ക്, എനിക്ക് ആരുമില്ല. എനിക്ക് ആദ്യം വീടും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല. ഞാൻ ഒറ്റക്കാന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സംസാരിക്കുന്നത്. ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റിയർലി അലോൺ. ഞാൻ ഒറ്റക്കായിരിക്കണം അല്ലേ, തീർച്ചയായിട്ടും ഒറ്റക്കായിരിക്കണം. ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്, ഞാൻ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ എന്തായിരിക്കണം എന്നാ പറയുന്നത്, ഞാൻ ഒറ്റക്കായിരിക്കണം എന്ന് എന്ത് ചെയ്യാണ് പറയാണ്. ഓൺ 14th January അൺയൂഷ്വൽ നോയ്സസ് ഇൻ ദ ബിൽഡിംഗ് ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് വോക്ക് മീ. അതായത് 14th ജനുവരി അൺയൂഷ്വൽ നോയ്സസ്, സാധാരണ കേൾക്കാറില്ലാത്ത ഒരു തരത്തിലുള്ള ഒച്ചപ്പാടുകൾ ഇൻ ദ ബിൽഡിങ്ങിന്റെ അടുത്ത് നിന്നൊക്കെ, ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് അല്ലെ, പുറത്തുള്ള തെരുവുന്നൊക്കെ കേൾക്കാൻ തുടങ്ങി. ആൻഡ് വോക്ക് മീ. ഈ സൗണ്ടൊക്കെ കേട്ടിട്ടാണ്, സാധാരണ കേൾക്കാത്ത പല സൗണ്ടുകളും മറ്റും സ്ട്രീറ്റിൽ നിന്നുള്ള പല സൗണ്ടുകളൊക്കെ കേട്ടിട്ടാണ് ഞാൻ നീറ്റത്. സോൾജിയേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റേഴ്സ്. ഈ പട്ടാളക്കാർ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് പോകുന്നു, അടിയിലോട്ട് വരുന്നു, മുകളിലോട്ട് പോകുന്നു, അടിയിലോട്ട് വരുന്നു അല്ലേ. ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ് മീൻസ് ആൻഷൈറ്റി ആയിട്ടുള്ള അല്ലെ, നെർവസ് ആയിട്ടുള്ള അല്ലെ, പിന്നെ ആവലാതിപ്പെട്ടുള്ള നെർവസ് വോയിസസ്, പല ആവലാതിപ്പെട്ടുള്ള നെർവസ് ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നു. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15th January, അതായത് പിന്നെ 15th തീയതി രാവിലെ, അതിരാവിലെ എന്ത് ചെയ്യാണ്, ഇതൊക്കെ എന്ത് ചെയ്യാണ് കേൾക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ദ സൗണ്ട് ഓഫ് ആർട്ടിലറി ഫ്രം ദ പ്രീവിയസ് സൈലന്റ് ഫ്രം വാസ് ഹേർഡ് അല്ലെ. മുമ്പ് ആർട്ടിലറി പീരങ്കിന്റെ ശബ്ദമൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ എന്ത് ചെയ്യുന്നു കേൾക്കാൻ തുടങ്ങി. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷുക്ക് അല്ലെ. നിലവും അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ഭിത്തിയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നെന്താ വിറക്കാൻ തുടങ്ങി, ഷെയ്ക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. അണ്ടർ ദ കോൺസ്റ്റന്റ് അല്ലെ ഡൾ തണ്ടർ, അതായത് വലിയ വലിയ പിന്നെ കുത്തിക്കുലുക്കം അല്ലെങ്കിൽ ഇടിമുഴക്കത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബിൽഡിംഗ് ഒക്കെ തരിക്കാൻ തുടങ്ങി. അതായത് പീരങ്കി കൊണ്ട് അങ്ങനെ പോവുക, അതിന്റെ ഒരു തരിക്കൽ ഇങ്ങനെ വരുന്ന ഓരോ മാറ്റങ്ങളാണ്. 3 hours later, 3 മണിക്കൂറിന് ശേഷം ദ ഹെവി ആർട്ടിലറി ഫയർ ഡൈഡ് ഡൗൺ അഗെയിൻ. 3 മണിക്കൂർ ഈ വലിയ രീതിയിൽ പീരങ്കിന്റെ ഫയർ ഉണ്ടായിരുന്നു, അതൊക്കെ നിന്നു. ബട്ട് ഐ വാസ് ആസ് നെർവസ് ആസ് എവർ. ഞാൻ മുമ്പൊരിക്കലും ഇത്ര അസ്വസ്ഥനായിരുന്നില്ല, പക്ഷെ എനിക്ക് നല്ല ഇപ്പോൾ എന്തുണ്ടെന്ന് പറഞ്ഞാൽ പേടിയുണ്ട്, അസ്വസ്ഥനായിട്ടുണ്ട് ഞാൻ. ഡിഡ് നോട്ട് സ്ലീപ് അറ്റ് ആൾ ദാറ്റ് നൈറ്റ്. ആ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെന്റ്. അതായത് തെരുവിധം ഏത് സമയത്ത് തുടങ്ങും. ആൻഡ് ഐ കുഡ് ബി കില്ലഡ്. ഞാനൊരു പക്ഷേ എന്ത് ചെയ്തേക്കാം, കൊല്ലപ്പെട്ടേക്കാം. കാരണം മരണത്തിൽ പേടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ദ നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. അങ്ങനെ ആ രാത്രി വളരെ സമാധാനത്തോട് കൂടിയിട്ട് കടന്നു പോകുന്നു. അറൌണ്ട് 1 o'clock ഐ ഹേർഡ് ദ റിമൈനിങ് ജർമൻസ് ലീവിംഗ് ദ ബിൽഡിംഗ്. സൈലൻസ് ഫെൽ. അതായത് ഏകദേശം പിന്നെ 1 മണിയായിട്ടുണ്ടാവും. അവിടെ റിമൈനിങ് ജർമൻസ് എന്ത് ചെയ്യുന്നത്, ആ ബിൽഡിംഗ് ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. സൈലൻസ് ഫെൽ. പിന്നെ നിശബ്ദത ആകെ എന്ത് ചെയ്യാണ്, പരക്കാണ്. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. അതായത് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഗാർഡ്സിന്റെ, അതായത് പിന്നെ നമ്മുടെ ഈ പട്ടാൾക്കാരുടെയും സോൾജേഴ്സിനും മറ്റൊന്നും ബൂട്ട്സിന്റെ സൗണ്ട് ഒന്നും ഇദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നില്ല. നോട്ട് അൺടിൽ ദ ഏർലി ഹവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് ദ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് റെസോണന്റ് മീൻസ് എന്താണ്, ഉച്ചത്തിലുള്ള നോയ്സ്, ഒരു ഒച്ചപ്പാട് അല്ലെ. അതായത് പിറ്റേന്ന് രാവിലെ വരെയൊക്കെ സൈലന്റ് ആണ്, പെട്ടെന്ന് എന്തോ ഒരു ലൗഡ് സൗണ്ടോട് കൂടിയിട്ട് ആ സൈലൻസ് എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, ബ്രേക്ക് ചെയ്യാണ് അല്ലെ. അതായത് അത് പിറ്റേന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദതയൊക്കെ ഭേദിച്ച് എന്താ ഉച്ചത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരു ഉച്ചഭാഷണി പോലെ, ഒരു നമ്മളെ ഇതുണ്ടാവില്ല, ഒരു സൗണ്ട് പോലെ, ഒരു കാഹളം പോലെ എന്തൊക്കെ അദ്ദേഹം കേൾക്കുകയാണ്, കാലത്തിന്റെ സൗണ്ട് പോലെ എന്തെങ്കിലും കേൾക്കുകയാണ്. ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്ടഡ്. ഈ അവസാനത്തെ സൗണ്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റപ്പ് സംവർ. ഈ റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്, സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിയർ ബൈ വേർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ്സ് ഇൻ പോളിഷ് ഓഫ് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. അതല്ലേ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് ഇൻ പോളിഷ് ഓഫ് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ ഡിഫീറ്റ് അല്ലെ, ജർമ്മനി തോറ്റു, അവരുടെ പരാജയവും, അതുപോലെ തന്നെ ലിബറേഷൻ മീൻസ് വിമോചനം ഓഫ് വാർസോന്റെ വിമോചനമൊക്കെ ഇതിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഏകദേശം മനസ്സിലായി, യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, തീരുമാനമായിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലായി.
ഓക്കെ, ദ ജർമ്മൻസ് ഹാഡ് വിഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. അതായത് ഒരു ഫൈറ്റ് വരെ ഉണ്ടാക്കാതെ, ഒരു യുദ്ധം വരെ ഉണ്ടാക്കാൻ ജർമ്മൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് പിൻവലിഞ്ഞ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ്, ഐ പ്രിപ്പയർഡ് ഫിവറിഷ്യലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. അങ്ങനെ എന്താന്നാ പറഞ്ഞത്, രാവിലെ ആകുമ്പോഴേക്കിനും ഞാൻ ഒന്ന് എന്താന്നാ പറഞ്ഞത്, പുറത്തോട്ട് പോകാനൊന്ന് ധൈര്യപ്പെടുകയാണ്, ഒന്നും പോകണല്ലോ. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. അതായത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അദ്ദേഹത്തിന്റെ ജർമ്മൻ മിലിറ്ററി കോട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പല്ലേ. ഐ ഹാഡ് ആൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ സഡൻലി ഹേർഡ് ദ റിതമാറ്റിക് ഫുഡ് സ്റ്റെപ്സ് ഓഫ് ഗാർഡ്സ് ഔട്ട് ഇൻ ദ റോഡ് അഗൈൻ. അതായത് റോഡിൽ ഗാർഡ്സിന്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ധരിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ ജർമ്മനാരായിട്ട് പോയിട്ടുണ്ടാവില്ലേ, അപ്പോൾ ഈ ഓവർകോട്ട് ഇട്ട് നടന്നു കഴിഞ്ഞാൽ ജർമ്മനാർ അവരുടെ ആളുകളെ വിചാരിച്ച് ഒന്നും ചെയ്യില്ലല്ലോ വിചാരിച്ചിട്ട് ഇട്ടതാവാം. ഓക്കെ, ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിഡ്രോൺ ദെൻ. അല്ല, ഈ സോവിയറ്റിന്റെയും അതുപോലെ തന്നെ പോളിഷിന്റെയും ട്രൂപ്സ് അല്ലെ, അതായത് പട്ടാളക്കാർ സോൾജേഴ്സ് വിഡ്രോൺ, അവർ പോയതല്ലേ, പിന്നിപ്പോൾ എന്താണെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. ഐ സാങ് ഓൺ മൈ മാട്രസ്. ഞാൻ എൻ്റെ കിടക്കയിൽ എന്ത് ചെയ്തു, ഒന്നുകൂടി കിടന്നു. അട്ടർലി ഡിജക്റ്റഡ്, ആകെ നിരാശയായിട്ട് ഇങ്ങനെ കിടന്നു അല്ലേ. ആൻഡ് ലേ ദർ അൺടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് നീക്കാന്ന് വിചാരിച്ചിട്ടാണ്. ദ വോയിസസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, ഞാൻ കുറെ സ്ത്രീകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അറ്റ് ആൾ കോസ്റ്റസ് അല്ലെ, ഐ ഹാവ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, അതായത് ഇദ്ദേഹം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കട്ടെ എന്ന് വിചാരിച്ചാൽ നിൽക്കണം. അപ്പോഴാണ് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ ഇവിടെ പുറത്തേക്ക് എന്ത് ചെയ്യാം, ഇറങ്ങാം, സ്ത്രീകളും കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഏതായാലും എനിക്ക് എന്ത് ചെയ്യാം, ഇറങ്ങാം. അങ്ങനെ നമ്മൾ സ്പിൽമാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺ സ്റ്റേഴ്സിലോട്ട് ഓടി എന്നാണ് പറഞ്ഞത്. അതായത് സ്റ്റെപ്സ് അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഓടി. പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഹെഡ് അല്ലെ, എൻ്റെ തല ഫ്രണ്ട് ഡോറിന് കണ്ട്, ഡോർ ഉണ്ടാവില്ല അല്ലെ, ഡോറിനാണ് ഞാൻ തല ഇങ്ങനെ പുറത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ് അല്ലെ. എന്താണ് പറഞ്ഞത്, ഗ്രേ മിസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂടൽ മഞ്ഞൊക്കെ ഉള്ള അല്ലെ, കോടയൊക്കെ ഉള്ള അല്ലെ, ഗ്രേ ഒരു ചാര നിറമുള്ള കോടയൊക്കെ ഉള്ള ഒരു മോർണിംഗ് ആയിരുന്നു. ടു മൈ ലെഫ്റ്റ്, എൻ്റെ ഇടതുവശത്തായിട്ട്, നോട്ട് ഫാർ അവേ, അത്ര ദൂരമൊന്നുമില്ല, സ്റ്റുഡ് എ വുമൺ സോൾജർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ് അല്ലെ. അതായത് എൻ്റെ കുറച്ച് വശത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വുമൺ സോൾജിയർ ഉണ്ട്, യൂണിഫോം ഒക്കെ ഇട്ടിട്ട്. ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. അതായത് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക്. ഒരു സ്ത്രീ, ആ സ്ത്രീന്റെ പുറകെ എന്തോ ഒരു ഭാരം എന്തോ കെട്ടിയിട്ടുണ്ട്, ഒരു ബാണ്ട് എന്തെങ്കിലും കെട്ടിയിട്ടുണ്ട് അല്ലെ. വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്, എൻ്റെ വലതുവശത്തൂടെ എന്ത് ചെയ്താണ്, എൻ്റെ അടുത്തോട് ഇങ്ങനെ പോവായിരുന്നു. വെൻ ഷീ കെയിം ക്ലോസർ അല്ലെ, അവൾ എൻ്റെ അടുത്തോടെ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, ഐ വെഞ്ചേർഡ് ടു സ്പീക്ക് ടു ഹർ. ഞാൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, അവളോട് എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്, സംസാരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്, ധൈര്യപ്പെടുന്നു അല്ലെ. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കാൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്. ഞാൻ പതുക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ബെക്കണിങ് ഹർ ഓവർ, അവളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ബെക്കണിങ്, കാൾ ചെയ്യായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഷീ സ്റ്റേർഡ് അറ്റ് മീ, അവൾ എന്നെ ഒന്ന് നോക്കി. ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ, എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാണ്ട് നിലത്താണ് ഇട്ടു. ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് ശ്രീ അല്ലെ. അവൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്, അവളുടെ ഹീൽ, ചെരുപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു ചെരുപ്പുണ്ടല്ലോ, അത് പെട്ടെന്ന് പേടിച്ച് കണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹീൽ ഇങ്ങനെ പൊക്കിയിട്ട് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നാണ് എന്ത് ചെയ്തിട്ടുണ്ട്, അലറി വിളിച്ചു, ഈ ജർമ്മൻ. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ്. അത് കേട്ടപ്പോൾ ആ പോലീസ് യൂണിഫോം ഇട്ടിട്ടുള്ള ആ ഗാർഡ് എന്ത് ചെയ്തു, ടേൺ ചെയ്തു അല്ലെ, തിരിഞ്ഞു. സ്വാമി, എന്നെ കണ്ടു അല്ലെ, കണ്ടിരുന്നു. എയിമഡ് അല്ലെ, എന്നെ ലക്ഷ്യം വെച്ചു. ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ, അവളുടെ അടുത്തുണ്ടായിരുന്ന മെഷീൻ പിസ്റ്റൾ വെച്ചിട്ട് എന്നെ വെടിവെച്ചു. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ അല്ലെ, ബുള്ളറ്റ്സ് എനിക്ക് കൊണ്ടില്ല, പക്ഷെ എന്റെ ചുമരിന് കൊണ്ടു. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, ഞാൻ ഒന്നും ചിന്തിക്കാതെ, ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റേഴ്സ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേഴ്സ് കയറിയാണ്ട് അല്ലെ, ടുക്ക് റെഫ്യൂജി ഇൻ ദ അറ്റ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ തട്ടും പുറത്ത് തന്നെ കയറിയാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇരുന്നു. ചിലപ്പോൾ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്ന ആ ജർമ്മൻ കോട്ട് കണ്ടിട്ട് ആയിരിക്കാം നമ്മളെ ആ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അയ്യോ ഒരു ജർമ്മൻ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പറഞ്ഞിട്ടുണ്ടാവുക. ഇനി നോക്കൂ, ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. അങ്ങനെ അദ്ദേഹം പേടിച്ചിരിക്കുക, തട്ടമ്പുറത്ത് നിന്നാണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ചെറിയ വിൻഡോയിലൂടെ ഇങ്ങനെ അദ്ദേഹം നോക്കി. ഐ സോ ദാറ്റ് ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. ഞാൻ കണ്ടു മൊത്തം ബിൽഡിംഗും എന്ത് ചെയ്തിട്ടുണ്ട്, പോലീസുകാരും മറ്റൊക്കെ എന്ത് ചുറ്റിയിട്ടുണ്ട് അല്ലെ. ഐ ഹേർഡ് സോൾജേഴ്സ് കോളിംഗ് ടു ഈച്ച് അതർ ആൻഡ് ദെൻ ദ സൗണ്ട് ഓഫ് ഷോട്ട്സ് ആൻഡ് എക്സ്പ്ലോഡിംഗ് ഹാൻഡ് ഗ്രനേഡ്സ് അല്ലെ. അതായത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെ വെടിവെപ്പിന്റെയും അതുപോലെ പൊട്ടിത്തെറിയുടെയും പിന്നെന്താ ചെയ്യുക, ഗ്രനേഡ്സിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നു അല്ലെ, കടിച്ചിട്ട് ബോംബ് പറയുന്നത്, അതിന്റെ ഓരോ സൗണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. എൻ്റെ അപ്പത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം പാത്തറ്റിക് ആയിരുന്നു അല്ലെ, വളരെയധികം എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്, വളരെയധികം ദുർഘടമായിരുന്നു എന്ന് പറയാണ്. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർഷോ. അതായത് വിമോചനം നേടിയിട്ടില്ലേ വാർസോയിൽ വെച്ചിട്ട് ചിലപ്പോൾ പോളിഷ് സോൾജിയേഴ്സിന്റെ അടുത്ത് അവരെന്നെ എന്ത് ചെയ്തൊക്കെ വെടിവെച്ച് ഇല്ലാതാക്കിയേക്കാം. ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം, അതായത് ഈ സ്വാതന്ത്ര്യത്തിന്റെ ഈ വേർജിൽ, ഈ ഒരു വക്കത്ത് എത്തിയേക്കുന്ന സമയത്ത് അല്ലെ, എന്നെ അവരെന്ത് ചെയ്തേ കൊന്നേക്കാം.
ഫീവറിഷ്യലി ഇല്ലേ, ഞാൻ എന്ത് ചെയ്തു, തണുത്ത് വിറച്ച് അല്ലെങ്കിൽ പേടിച്ചരണ്ട്, ഐ ബിഗാൻ ടു വണ്ടർ, ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ് ദാറ്റ് ഐ വാസ് പോളിഷ് ബിഫോർ ദേ ഡിസ്പാച്ചഡ് മീ ടു ദ നെക്സ്റ്റ് വേൾഡ്. അല്ലെ, ഡിസ്പാച്ചഡ് മീൻസ് പറഞ്ഞേക്കുക. അല്ല, ഞാൻ പേടിച്ച് വിറച്ച് ഞാൻ വിചാരിക്കണേ എങ്ങനെയാണ് ഞാനൊരു പോളിഷാണെന്ന് അവരെന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കുക. ബിഫോർ ദേ ഡിസ്പാച്ചഡ് മീ ടു ദ നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്. അവർ ചിലപ്പോൾ എന്നെ വിചാരിക്കും ഞാനൊരു ജർമ്മനാണ്, ഒളിച്ച് താമസിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ട് എന്നെ വെടി വെച്ചിട്ട് കൊല്ലുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് അവരോട് എന്ത് ചെയ്യുക പറയുക, ഞാനൊരു പോളിഷാരനാണെന്ന് എന്ത് ചെയ്യുക പറയുക. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റേഴ്സ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, അടിയിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ നടന്നു വരിക, അതായത് സ്റ്റേഴ്സ് ഇങ്ങനെ ഇറങ്ങിക്കാണ്ട് എന്ത് വരിക അല്ലെ, വന്നിട്ടുണ്ടായിരുന്നു. ഷൗട്ടിങ് ആസ് ലൗഡ്, ഉറക്കെ ഷൗട്ട് ചെയ്തിട്ട്, ഐ കുഡ് ഡോണ്ട് ഷൂട്ട്, എന്നെ വെടിവെക്കല്ലേ, ഐ ആം പോളിഷ്, ഞാൻ ആരാണ്, പോളിഷാരനാണ്, ഇദ്ദേഹം വിളിച്ച് പറഞ്ഞു അല്ലെ, നമ്മുടെ സ്പിൽമാൻ. വെരി സൂൺ അല്ലെ, ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദ സ്റ്റെയേഴ്സ്. അല്ലെ, എന്താണ് പണ്ടത്, ഇതെങ്ങനെ വരിക, അപ്പൊ ഇങ്ങനെ വെരി സൂൺ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ സ്പീഡിലുള്ള ഫുഡ് സ്റ്റെപ്സ്, ഈ സ്റ്റെയേഴ്സ് ഇങ്ങനെ കയറി വരുന്ന സൗണ്ട് എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം. അല്ലെ, ഇപ്പൊ ഞാൻ കാണുന്ന ഒരു യങ് ഓഫീസറെ കാണുക, പോളിഷ് യൂണിഫോം ഇട്ടിട്ടുള്ളത്, വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ്, അദ്ദേഹത്തിന്റെ ക്യാപ്പിൽ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഈഗിളിന്റെ ചിത്രമുണ്ട്, കെയിം ഇൻ ടു വ്യൂ. ഹി പോയിന്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ് ഹാൻഡ്സ് അപ്പ്. അദ്ദേഹം എനിക്ക് നോക്കി, എന്നെ തോക്കി ചൂണ്ടിയിട്ട് പറഞ്ഞു ഹാൻഡ്സ് അപ്പ് എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്. അല്ലെ, അദ്ദേഹം പറഞ്ഞു എന്നെ വെടിവെക്കല്ലേ, ഞാൻ ആരാണ്, പോളിഷാണ്. ദ ലെഫ്റ്റനന്റ് വെന്റ് റെഡ് ആൻഡ് ഫ്യൂറി. അല്ലെ, നമ്മളെ ലെഫ്റ്റനന്റിന് അല്ലെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് മുഖം എന്ത് ചെയ്തിട്ടുണ്ട്, ചുവന്ന് തുടിച്ചു. അല്ലെ, ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് താഴത്തോട്ട് വന്നില്ല, ഹി റോറഡ്, അദ്ദേഹം അലറി. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോട്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ ജർമ്മൻ കോട്ട് ഇട്ടിട്ട്. അതാണ് കാര്യം മനസ്സിലായത് അല്ലെ. അപ്പൊ ജർമ്മൻ കോട്ട് ഇട്ടിട്ട് ഇദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഇദ്ദേഹം ജർമ്മൻ ആണെന്ന് എന്ത് ചെയ്താണ്, വിശ്വസിച്ചതാണ്. ഓൺലി വൺ സോൾജിയേഴ്സ് ഹാഡ് ടേക്കൻ എ ക്ലോസർ ലുക്ക് അറ്റ് മീ, അപ്പോഴാണ് സോൾജിയേഴ്സ് എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത് വന്നിട്ട് വളരെ ക്ലോസ് ആയിട്ട് എന്നൊക്കെ നോക്കിയത്. ആൻഡ് റിവ്യൂഡ് ദ സിറ്റുവേഷൻ, എന്റെ സിറ്റുവേഷൻ ഒക്കെ എന്ത് ചെയ്തെന്നു റിവ്യൂ ചെയ്തത്. ആൻഡ് ഡിഡ് ദേ റിയലി ബിലീവ് ഐ വാസ് ഇൻ ജർമ്മൻ, അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാൻ ആരല്ലാന്ന്, ജർമ്മൻ അല്ലാന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് മനസ്സിലായത്. ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ, അവരെന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട് എന്നെ എന്ത് ചെയ്യാന്, കൊണ്ടുപോകാൻ. ടു ദ ഹെഡ് ക്വാർട്ടേഴ്സ്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട്. സോ ദാറ്റ് ഐ കുഡ് വാഷ് ആൻഡ് ഹാവ് എ മീൽ, അവിടെ എനിക്ക് പോയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കുളിക്കാമായിരുന്നു, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാമായിരുന്നു. അല്ലെ, ആഫ്റ്റർ 2 weeks വെൽ കെയർഡ് ഫോർ ബൈ മിലിറ്ററി. അല്ലെ, ഐ വാക്കഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്, അങ്ങനെ 2 ആഴ്ച അല്ലെ എന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മിലിറ്ററി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ, അല്ലെങ്കിൽ ചുറ്റുപാട് മറ്റൊക്കെ ഇവർ നല്ല രീതിയിൽ കെയർ ചെയ്തു. ഐ വാക്കഡ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് വാർസോ വിത്തൗട്ട് ഫിയർ, ഞാൻ ഈ വാർസോന്റെ സ്ട്രീറ്റ്സിലൂടെ യാതൊരു ഭയവും ഇല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നടന്നു. എ ഫ്രീ മാൻ, ഒരു ഫ്രീ മാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ആൾമോസ്റ്റ് 6 years, 6 വർഷത്തിന്റെ അല്ലെ ഇടയിൽ ആദ്യ തവണ. അല്ലെ, ഐ ലുക്ക്ഡ് ഓവർ ദ നോർത്ത് ഓഫ് ദ സിറ്റി. അല്ലെ, ഞാൻ നോർത്ത് ഓഫ് ദ സിറ്റിയിലോട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് നോക്കുന്നു. വേർ ദ ഗെറ്റോ ഹാഡ് ബീൻ, അവിടെയായിരുന്നു ആ ചേരിയൊക്കെ ഉണ്ടായിരുന്നത്. വേർ 500,000 Jews ഹാഡ് ബീൻ മർഡേഡ്, അവിടെയായിരുന്നു എന്താണ് പറഞ്ഞിട്ടുള്ളത്, 500,000. അല്ലെ, 1 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷത്തോളം ജൂതമതക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദർ വാസ് നത്തിങ് ലെഫ്റ്റ് ഓഫ് ഇറ്റ്, ഇനി അവിടെ ഒന്നുമില്ല. ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്, നാളെ ഞാൻ ഉറപ്പായിട്ടും പുതിയൊരു ജീവിതം തുടങ്ങും. ആൻഡ് വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ, ഒന്നും എൻ്റെ അടുത്തില്ല, പക്ഷേ എൻ്റെ പുറകിൽ മരണമുണ്ട്. ഐ വെന്റ് ഓൺ മൈ വേ, വെന്റ് ഓൺ, ഞാൻ മുന്നോട്ട്, എൻ്റെ വഴിയായിട്ട് ഞാൻ മുന്നോട്ട് എന്ത് ചെയ്യും, പോകും. ഐ വെന്റ് ഓൺ, ഗോൺ മീൻസ് എന്താ കണ്ടിന്യൂ ചെയ്യുക. അല്ലെ, അതുപോലെ വെന്റ് ഓൺ, ഞാൻ തുടരുമായിരുന്നു എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാണ് പറയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ദ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വാഡിസ്ലാസ് വിൽനന്റെ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മെമ്മോയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ, അഡാപ്റ്റഡ് ഫ്രം ദ പിയാനിസ്റ്റ്. സോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. വി വിൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.